ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. 1000 കാലുള്ള ഒരട്ട ഒരു വളവ് തിരിഞ്ഞോണ്ടിരിക്കുക, അപ്പൊ എത്ര കാല് കാണും? 1000 കാലുള്ള അട്ട വളവ് തിരിയുന്നു. വളവ് തിരിയുന്നു, അപ്പൊ എത്ര കാല്? എത്ര കാലുണ്ട്? 1000 ഉണ്ടോ അതോ 5-6 പോവോ? അതെങ്ങനെ കാല് പോകുന്നത്? അല്ല, വളവ് തിരിയുമ്പോഴേ. കുസൃതി ചോദ്യാന്ന് മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മറുപടി തന്നെ വേണം. അതെ, കിട്ടൂല. കിട്ടുന്നില്ല. 999. അതെങ്ങനെ? ഒന്ന് എവിടെ പോയി? ഒന്ന് സിഗിലിടണ വളവ് തിരിയല്ലേ? സിഗിലിടണ്ടേ നമ്മുടെ ക്ലച്ച് താത്ത? അതെ, തീർച്ചയായിട്ടും. ഒന്ന് കൈ കാണിക്കാൻ വേണ്ടി. മോഹൻലാലിനെ വെച്ചാണല്ലോ ആദ്യത്തെ പടം നിർമ്മിക്കുന്നത്. ഇപ്പം മോഹൻലാലുമായിട്ട് എങ്ങനെയാണ്? വളരെ നല്ല സൗഹൃദമല്ലേ? കാരണം ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ കൊറോണയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് മോഹൻലാലിന്റെ അച്ഛനായിട്ടൊരു വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ബിഗ് ബ്രദർ. അതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടിൽ ഞാൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിൽ 43 ദിവസം ഞാൻ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ മോഹൻലാലിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 40 വർഷത്തോളമായി. ഈ 40 വർഷം കഴിഞ്ഞ് ഇത്രയും ദിവസം മോഹൻലാലിലൂടെ കിരീടത്തിന് പോലും അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടി. അന്ന് ഞങ്ങളുടെ സൗഹൃദവും പഴയ കാര്യങ്ങളും, പിന്നെ ലാൽ ഇന്നൊരു വേറെ വ്യക്തിയാണല്ലോ. കാരണം അന്ന് പരിചയപ്പെട്ട മോഹൻലാലല്ല, എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് പഴയ ലാല് തന്നെയാണ്. അപ്പോൾ ഒരു രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്ന് അവിടെ. ഇനി ലാലിനെ വെച്ചൊരു പടം മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് സാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം മോഹൻലാലിൻ്റെ തിരക്ക് നമുക്കറിയാം. മോഹൻലാൽ ഇന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം അഹങ്കാരമല്ല, ഇന്ത്യയുടെ ഇന്റർനാഷണലുമായിട്ടും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമുക്ക് മലയാളികൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എല്ലാം ഫാമിലിയെ കുറിച്ച്. അതെ, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വ്യക്തമാക്കിയാലോ? എൻ്റെ വൈഫ് ഒരു പ്ലേ സ്കൂളിലെ ടീച്ചറാണ്. ഇത് ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ പ്ലേ സ്കൂൾ വിങ്ങിലെ ടീച്ചറാണ്. പിന്നെ എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. ഒരാൾ രോഹിത്, രണ്ടാമത്തെ ആൾ രൂപേഷ്. മൂത്ത ആൾ ജേർണലിസം കഴിഞ്ഞ് ഹീസ് ഇൻ ചെന്നൈ, ഹീസ് എൻ എഡിറ്റർ ഇൻ എ പബ്ലിഷിംഗ് ഹൗസ്. ആൻഡ് രണ്ടാമത്തെ ആൾ, അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അത് പഠിച്ചു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ജോലി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവൻ IT ഫീൽഡിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. ആൻഡ് 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അതിൽ രണ്ടാമത്തെ ആൾക്ക് ഒരു കൊച്ചുമായി. അങ്ങനെ ഒരു അപ്പൂപ്പനാണ് മുമ്പിലിരിക്കുന്നത്. അല്ല, കാലം പോയത് നമ്മൾ അറിയുന്നില്ല. സമയം പോകുന്ന അറിയുന്നില്ല. എത്ര 1989 അല്ലേ? 89 ആണ് കിരീടം. പക്ഷെ നമുക്ക് അതിനു മുമ്പേ പരിചയമുണ്ട്. എത്ര 89 എന്ന് പറയുമ്പോൾ തന്നെ 32 വർഷമായി. അതിനു മുമ്പ്. അതെ, ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പിന്നെ വെള്ളയമ്പലവും അതുപോലെ കവടിയാറും അവിടെ പിന്നെ നമ്മുടെ തൈക്കാട് മേടയിൽ വീടും, അതെ, ആർട്സ് കോളേജും, അതെ, വിമൻസ് കോളേജും, അതൊക്കെ കൂടുതൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ കിളവന്മാര് 2 പേരും കൂടി ഇരുന്ന് പഴയ കാലങ്ങള് ഇങ്ങനെ അയവർക്ക്. എന്നാലും അതൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നാച്ചുറലി അതൊക്കെ വന്നു പോകുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ കൂടുതലും ഞങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം കുഴപ്പങ്ങളെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലത് പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന് നല്ലത് പറയാനൊന്നുമില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകാർ എല്ലാവരും വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ദ്വയാർത്ഥം അതിനകത്ത് കാണും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് സോറി, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ.